ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കളിയല്ല കളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി, അതും ആൺകുട്ടികളെ എതിർത്ത്. ഇതുവരെ കളിക്കാത്തതുകൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമല്ലെന്ന്. ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു. മാഷ് ഒരു അടി അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോഴല്ലേ രസം. പന്തിനു പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിൽ അടിച്ചു ഗോളായി. ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ. ഇതൊരു കുട്ടിയുടെ കളി അനുഭവമാണ്. ഇവിടെ എന്താണ്, മാഷ് ബോളിന് പകരം ചെരുപ്പടിക്കുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ്. വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങളും കളിക്കാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ, എല്ലാവരും പറയണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കളി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കളി അനുഭവം പറയാം. ഇവിടെ ഒരു ചെറിയൊരു കളി അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേനൽ അവധിക്ക് സ്കൂൾ അടച്ചപ്പോൾ വീടിനടുത്തുള്ള വയലിൽ കൂട്ടുകാരുമൊത്ത് ഫുട്ബോളിന്റെ പിന്നാലെ ഓടിയതിന്റെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. വയലിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ റഫറിമാരായി നിൽക്കാറുള്ളത് ഞങ്ങളുടെ വീടിനടുത്തുള്ള 2 ചേട്ടന്മാരാണ്. അവർ രണ്ടുപേരും നല്ല കളിക്കാരായിരുന്നു. വലിയവരുടെ ഫുട്ബോൾ മത്സരം ഉണ്ടാകുമ്പോൾ എതിർ ടീമുകളുടെ ക്യാപ്റ്റന്മാരായി അവർ രണ്ടുപേരും കളിക്കാനിറങ്ങും. ഞങ്ങൾ കുട്ടികളുടെ ഫുട്ബോൾ ആവേശത്തിന് അവരായിരുന്നു പ്രചോദനം. ആദ്യമൊന്നും ഞാൻ ഒരു നല്ല കളിക്കാരനായിരുന്നില്ല. എങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ഒരു ടീമിൽ കയറിക്കൂടി. ആദ്യം ഗോളിയായിട്ടായിരുന്നു എന്നെ നിയോഗിച്ചത്. എതിർ ടീമിന്റെ പന്ത് മറ്റു കളിക്കാരുടെ കാൽപാദങ്ങൾക്കിടയിലൂടെ ഒഴിഞ്ഞുമാറി ഗോൾ പോസ്റ്റിന് നേരെ വരുമ്പോൾ ഞാൻ വലിയ കരുതലോടെ നിൽക്കും. എന്നാൽ പോസ്റ്റിന് നേരെ വരുന്ന പന്ത് മിക്കപ്പോഴും എന്നെ പറ്റിച്ചു കടന്നുപോകും. എനിക്ക് വലിയ നിരാശ തോന്നും. ഒടുവിൽ അവരെന്നെ ഗോൾ പോസ്റ്റിൽ നിന്നു മാറ്റി. വലിയ ക്ഷീണമായി പോയി എനിക്കത്. പിന്നീട് വലതു വിങ്ങിലും ഇടതു വിങ്ങിലും ഞാൻ മാറി മാറി കളിച്ചു. എതിരാളിയുടെ കാലിൽ നിന്നു പന്ത് പിടിച്ചു പാസ് ചെയ്തു കൊടുക്കുന്നതിൽ ഞാൻ ആദ്യമൊക്കെ പരാജയപ്പെട്ടു. ഒടുവിൽ ഞാൻ കളിക്കാൻ പഠിച്ചു. ഇപ്പോൾ നല്ല ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. അപ്പോൾ ഇത് ഒരു അനുഭവമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും അനുഭവമാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ടോമോയിലെ കായികമേളയെ കുറിച്ചിട്ടാണ്. മറ്റെന്തിനുമെന്ന പോലെ ടോമോയിലെ കായികമേളക്കും ഉണ്ടായിരുന്നു ഒരു അപൂർവത. ഇതര എലമെന്ററി സ്കൂളിലേത് തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രം. വടംവലിയും 3 കാലിലോട്ടവും. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ. ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടം എടുക്കാം. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. മത്സ്യാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ചു മോടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ്. ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ മീൻ വായിലൂടെ ഓട്ടം അവസാനിക്കുന്നു. ടോമോയിലെ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം, പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ടു നിറഞ്ഞതുമാണ്. ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട. ടോട്ടോജൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിഴഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻവായിലൂടോട്ടം. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുപിടിച്ച് ഹേയ് ഹോ ഏ ഹോ എന്ന ആർപ്പുവിളിയുമായി കൊമ്പയാശി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസുക്കി ജാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. അപ്പൊ ഇതാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിലെ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്കും നയിക്കുന്ന വൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു.
ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസാരമെന്ന് തോന്നാം, പക്ഷേ പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവെപ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടേതെന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആൾപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പിലെന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. ടോട്ടോ ജാന്റെയും 1ാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രാഥമിക കായികമേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് ആസ്വാദികരമായി തീരുകയും ചെയ്തു. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും 1ാമതെത്തി. അത് അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്നു നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലെ നുഴന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവരതാ തിരിച്ചിറങ്ങി. ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നെ നോക്കിയിട്ടോ. പറ്റിയില്ല. എല്ലാവരും ഒരേ അഭിപ്രായമായിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയായിരുന്നു. ഓരോ കുട്ടികൾ അവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവനു തന്നെ. ടോട്ടോ ജാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. പക്ഷെ അവർക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും. പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവൃത്തിയുള്ളൂ. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത്. എല്ലാറ്റിനും ഒന്നാമതായതിനാൽ അവൻ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ. 1ാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ. 2ാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. 3ാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയൊക്കെയാണ്. ഒരുപക്ഷെ ആർക്കറിയാം, തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ. അപ്പൊ ഇതാണ് പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ടോമോയിലെ കുട്ടികൾ എന്ന് പറയുന്നത് വ്യത്യസ്തതയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മത്സരങ്ങളും വ്യത്യസ്തമാണ്. കുട്ടികളുടെ കഴിവിനും അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് അതിനനുസരിച്ച് വേണം ഓരോ അധ്യാപകനും ഓരോന്നും ചെയ്യാനെന്ന് ഉള്ള ഒരു വലിയ സന്ദേശം കൂടി ഈ ഒരു പാഠഭാഗത്ത് നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ ടോട്ടോ ചാന് ജനലരികിലെ വികൃതിക്കുട്ടി എന്നതിലെയാണ് തെത്സുകോ കുറോയാനഗി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള കർത്താവ്. അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് അൻവർ അലിയാണ്. ഇനി നമുക്ക് നേരെ ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. വായിക്കാം, കണ്ടെത്താം, എഴുതാം എന്നുള്ളതാണ് 1ാമത്തെ പ്രവർത്തനം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ? മറ്റ് എലമെന്ററി സ്കൂളിൽ നടത്തിയിരുന്ന മത്സരങ്ങളിലെ വടംവലിയും 3 കാലിലോട്ടവും മാത്രമായിരുന്നു ടോമോ സ്കൂളിലെ കായികമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അവ കൂടാതെ പുതിയ ചില മത്സരങ്ങൾ കോമ്പയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. വലിയ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു അവ. മീൻ വായിലോട്ടം ഉദാഹരണം. മീനിന്റെ ആകൃതിയിൽ നിർമ്മിച്ച കുഴലിന്റെ ഉള്ളിലൂടെ കടന്ന് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങുന്ന രസകരമായ കളിയായിരുന്നു അത്. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ആർപ്പുവിളിയുമായി കോമ്പയാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാകാത്ത യാസുഗി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. കായികമേളയിൽ ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും 1ാമതെത്തിയത് എല്ലാവരെയും അതിശയിപ്പിച്ചു. ആദ്യമായി കായികമേളയിൽ പങ്കെടുത്ത ടോട്ടോ ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മേള ആസ്വാദികരമായിരുന്നു. സമ്മാന വിതരണത്തിലും മാസ്റ്ററുടേതായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. സമ്മാനമായി നൽകിയിരുന്നത് ചേന, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ചീര എന്നിവയൊക്കെയായിരുന്നു. എല്ലാ രീതിയിലും ടോമോ സ്കൂളിലെ കായികമേള വളരെ സവിശേഷതകൾ ഉള്ളതായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അവിടുത്തെ സവിശേഷതകളും എന്തൊക്കെ മത്സരങ്ങളാണ് എങ്ങനെയൊക്കെയാണ് നടത്തിയിരുന്നത് എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ടോമോയിലെ രീതികൾ.
ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ചോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കോമ്പയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കോമ്പയാഷി മാസ്റ്ററുടെ ഈ സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളും ചേർത്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയായിരുന്നു ടോമോ സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് കോമ്പയാഷി മാസ്റ്റർ സ്വീകരിച്ചത്. കുട്ടികൾക്കായി പുതിയ ചില മത്സരങ്ങൾ കോമ്പയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. കായിക സാമഗ്രികളൊന്നും ഇല്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത്. മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൽ പങ്കെടുക്കുന്നത് എന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി. മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത യാസുക്കി ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകി. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷിയെ പോലെയുള്ളവരെ മത്സരത്തിൽ ഉൾപ്പെടുത്താനും മാസ്റ്റർ ശ്രദ്ധിച്ചു. കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു. എല്ലാവരും ഒത്തൊരുമിച്ച് ഉത്സവം ആഘോഷിക്കുന്നത് പോലെയായിരുന്നു ടോമോ സ്കൂളിലെ കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നത്. കോമ്പയാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം എല്ലാറ്റിനും മുന്നിൽ നിൽക്കുകയും ചെയ്തു. അടുത്തത് രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി. കരിമീൻ തടിയിൽ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. സാധാരണ പറയുന്ന രീതിയിലല്ലാത്ത ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്? നീളമുള്ളവരെ മുറ പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ദാഹം അകറ്റാനായി വെള്ളം കുടിക്കുക എന്നതാണ് ഈ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം. എന്നാൽ ബുദ്ധിമുട്ടിക്കുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, മറ്റുള്ളവർ കരിമീൻ തടിയന്റെ ഉള്ളിൽ കിടന്നു നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. അവിടെ നട്ടം തിരിയുമ്പോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുന്നോട്ട് പോകാനാകാതെ പ്രയാസപ്പെടുക എന്നതാണ് ഈ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം. എന്നാൽ ഒരു വഴിയുമില്ലാതെ ഗതികെടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കിൽ എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തൂ. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം നമുക്ക്? 3 കാലിൽ ഓട്ടം. 3 കാലിൽ ഓട്ടം രണ്ട് വാക്കുകളാണത്. അടുത്തത് കായികമേളക്കും ഉണ്ടായിരുന്നു. കായികമേളക്ക് ഉണ്ടായിരുന്നു. പങ്കെടുക്കാനാവാതെ. പങ്കെടുക്കാൻ ആവാതെ. ഊഴം അവസാനിച്ചു. ഊഴം അവസാനിച്ചു. മറ്റെന്തിനും. മറ്റ് എന്തിനും. കട്ടിയേറിയ. കട്ടി ഏറിയ. ദൈർഘ്യമേറിയ. ദൈർഘ്യം ഏറിയ. സമയമൊന്നും. സമയം ഒന്നും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് മത്സരങ്ങളല്ലാത്ത കളികൾ. ടോമോയിലും നമ്മുടെ സ്കൂളിലും നടക്കുന്ന കായിക മേളകളും മറ്റും പല കളികളും മത്സരങ്ങളാണ്. അവയിൽ ജയവും തോൽവിയുമുണ്ട്. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കളികൾ നമുക്ക് ചുറ്റുമുണ്ട്. കണ്ണുകെട്ടിക്കളി, അമ്മാനക്കളി, കൊത്തുകല്ല്, ഒളിച്ചുകളി, കള്ളനും പോലീസും, കുളങ്കര, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ അനുഭവം നിങ്ങൾ പറയുക. അതുപോലെ അടുത്തൊരു പാഠഭാഗം എന്ന് പറയുന്നതും കാട്ടിലെ കളികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലും കളി എങ്ങനെയാണെന്നും കളിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.